കാര്യവുമില്ല. ഇപ്പൊ എന്താ പറയണം, ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യനിലൂടെ പഠിക്കണം. നമ്മൾ ക്വസ്റ്റ്യനിലൂടെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ കുറെ തിയറി വർഷങ്ങളോളം പഠിക്കുന്ന കാര്യമാണ്. അത് വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. തിയറി പഠിക്കണം, അതിന്റെ കൂടെ തന്നെ ഈക്വൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇമ്പോർട്ടൻസ് വേണം. വേണ്ടേ? ഈക്വൽ ആയിട്ട് തന്നെ വേണം, ഒരു മാറ്റമില്ല. ഈക്വൽ ആയിട്ട് തന്നെ വേണം. അല്ലാതെ ഏറ്റവും അവസാനം കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ട് പോയിട്ട് അല്ലേടെ ഈ പറഞ്ഞ ഹാൾ ടിക്കറ്റ് കിട്ടി അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ട് പോയാൽ മതിയോ? അത് തെറ്റാണ്. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേടെ? ശരി, തെറ്റല്ലേടെ? പറയടേ, എല്ലാരും പറയട്ടെ, തെറ്റല്ലേടെ? ഏറ്റവും അവസാന നിമിഷം മാത്രം ഒരു കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഈക്വൽ ആയിട്ട് ഈ പറഞ്ഞത് കംപ്ലീറ്റ് തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മാത്രം പറഞ്ഞു പോയാൽ മതിയോ? അല്ല, ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോയാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പഠിക്കണം. അതാണ് ഈ നിർബന്ധമാണ്, എനിക്ക് വളരെ നിർബന്ധമാണ്. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ ആൻസറും കൂടെ ചേർത്ത് എല്ലാം പഠിച്ചു പോണ്ടേ? വേണ്ട? എവിടെ പറയും എല്ലാരും പറയും, വേണം വേണ്ടേ? എവിടെ? വേണം വേണം വേണം. ആർക്കൊക്കെ വേണം? എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. വേണമല്ലേ? എല്ലാവർക്കും തന്നെ വേണം. സോ നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്താലോ? ചെയ്താലോ? എല്ലാവരും റെഡിയാണല്ലോ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. ദ thyroid gland is situated at the root of the neck on the either side of trachea ആണോ, ഈസോഫാഗസ് ആണോ, or glottis ആണോ, or none of this ആണോ? ഗുഡ് ഈവനിങ്. ഏതായിരിക്കും ഇവിടെ? ആ തൈറോയ്ഡ് ഗ്ലാൻഡ് അതിരിക്കുന്ന എവിടെയാ? എവിടെ ഇരിക്കുന്ന? ട്രക്കിയ ആണോ? ട്രക്കിയാണോ? എല്ലാവരും പറയണം ട്രക്കിയാണോ? എല്ലാവരും ട്രക്കിയാണോ? ആ, എല്ലാവരും പറയും ട്രക്കിയാണെന്ന്. അപ്പൊ ചോദിക്കട്ടെ, ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഷേപ്പ് എന്താ? ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഷേപ്പ് എന്താ? ഇറ്റ്സ് എ ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലേടെ? പറയടേ, ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലേ? ചല പറഞ്ഞേ, തൈറോയ്ഡ് ഷേപ്പ് എന്താ? ഷേപ്പ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ഷേപ്പാ? എന്ത് ഷേപ്പ്? ഇല്ല. ബട്ടർഫ്ലൈ. അത് എവിടെ ഇരിക്കുന്നത്? അത് എവിടെ? ലൊക്കേഷൻ എവിടെയാ? ദ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ദാറ്റ് ഇസ് ജസ്റ്റ് ബിലോ ദ ലാരിങ്സ് അല്ലേ? അല്ലേടെ? ആ ലാരിങ്സിന്റെ തൊട്ട് താഴെയല്ലേ? ലാരിങ്സിന്റെ തൊട്ട് താഴെയും പിന്നെ എവിടെയുണ്ട്? ആൻഡ് ഇറ്റ് ഇസ് either സൈഡ് ഓഫ് ദ ട്രക്കിയ. ട്രക്കിയയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. അല്ലേടെ? ആണോ അല്ലേ? ചെറവ പറഞ്ഞേ. ആണ്. അവിടെ ആരാ ഇറ്റ് ഇസ് ദ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആരാ? ഇൻ ദ തൈറോയ്ഡ് ഗ്ലാൻഡിന് ആരാണ് ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് ആരാ? ചോദ്യം വരാം. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അതും ചോദിക്കാം. ദ തൈറോയ്ഡ് ഗ്ലാൻഡിന് ആരാണ് ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്? അത് ഏത് ആർട്ടറിയാണ് കൊടുക്കുന്നത്? ആർക്ക് പറയാം? റൈസ് യുവർ ഹാൻഡ്, പറയടേ. ചെറവ് പറഞ്ഞു. ആർക്ക് കൊടുക്കാം? ആരാ കൊടുക്കുന്നത്? ദ സുപ്പീരിയർ ദ തൈറോയ്ഡ് ആർട്ടറി ആണോ? ദ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ആണോ? കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആണോടെ? ആണല്ലേ? ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രയുണ്ടായിരിക്കും? ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എത്ര വരും? ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് എത്ര വരും? സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്നത് എത്രയാ? വെയിറ്റ് എത്രയാ? 60 അല്ലേ ടോട്ടൽ വെയിറ്റ്? ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും?
കമന്റ് ചെറവറ കമന്റ് ആ ചെറവറ പറയണം. ഡി, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണല്ലേ. ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് എത്രയുണ്ട്? എല്ലാവരും ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചത് ദ പാരാഫോളിക്കുലർ സെൽസ് പ്രസന്റ് ബിറ്റ്വീൻ ദ ഫോളിക്കുലർ സെൽസ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്. എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? എന്താണ് സെക്രീറ്റ്? അതിന് മുമ്പ് എനിക്ക് അറിയേണ്ട കാര്യം ദ തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള എപ്പിത്തീലിയം ഏതാ? എനിക്കറിയേണ്ട കാര്യം ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. ദ തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള എപ്പിത്തീലിയം ഏതാണ്? ഉണ്ടോടെ എപ്പിത്തീലിയം? തൈറോയ്ഡ് ഫോളിക്കിൾസ് ഉള്ള എപ്പിത്തീലിയം ഏതാ? The thyroid follicles ഉള്ള എപ്പിത്തീലിയം ഏതാ? ഇസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം അല്ലേ? ഇൻ ദ തൈറോയ്ഡ് ഫോളിക്കിൾസിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇത് പാരാഫോളിക്കുലർ സെൽസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ദ തൈറോയ്ഡ് ഫോളിക്കിൾസ് കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാ? ചോദിക്കും. ഏത് എപ്പിത്തീലിയം? ദ ക്യൂബോയിഡൽ. ആ, ഈ പാരാഫോളിക്കുലർ ഒരു സംഭവം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പാരാഫോളിക്കുലറിൽ ഒരു സംഭവം ഉണ്ട്, ഒരു കൊളോയിഡൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതിന്റെ പേരറിയാമോ ആർക്കെങ്കിലും? ഈ പാരാഫോളിക്കുലർ ക്യാവിറ്റിക്ക് അകത്തൊരു സബ്സ്റ്റൻസ് ഉണ്ട്, പേരറിയാമോ? എനിവൺ? ആരെങ്കിലും ദ തൈറോഗ്ലോബിൻ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും തൈറോഗ്ലോബിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഈ ഫോളിക്കിൾസ് എന്തായിരിക്കും അപ്പോൾ സെക്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം, പക്ഷെ ഈ ഒരു സംഭവം അറിഞ്ഞുകൂടെ ആയിരിക്കും. ഈ ഫോളിക്യൂൾസ് അത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? എന്ത് സെക്രീറ്റ് ചെയ്യും? സെക്രീറ്റ് ചെയ്യും? ആൻസർ കമന്റ് എല്ലാരും. T3 and the T4 ആണോ? T3 and T4 ആണോ? എല്ലാവരും T3 and the T4 ആണോ? എല്ലാരും പറയണം. ആണോടെ? ഈ ഫോളിക്യൂൾസ് അപ്പൊ എന്ത് സെക്രീറ്റ്, കുഞ്ഞുങ്ങളെ? ഈ ഫോളിക്യൂൾസ് അപ്പൊ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? T3 and T4 വിളിക്കുന്ന മറ്റൊരു പേരെന്താ? അതിന്റെ ഫുൾ ഫോം പറഞ്ഞേടെ. T3 ഫുൾ ഫോം എന്താണ്? ട്രൈ അയഡോ തൈറോക്സിൻ ആണോ? എന്താ ട്രൈ അയഡോ തൈറോക്സിൻ ആണോ? ആണ്. ആൻഡ് T4 വിളിക്കുന്ന പേരെന്താ? വിളിക്കുന്ന പേരെന്താ? ദ ടെട്രാ തൈറോക്സിൻ. മറക്കരുത്. അപ്പൊ അത് രണ്ടും ഉണ്ടല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അത് രണ്ടും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ചെറ പറഞ്ഞ ഉണ്ടോ? ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചേ. Which one of the following hormone is known as the thyroxine? Is that triiodothyroxine ആണോ, or the tetraiodothyroxine ആണോ, calcitonin ആണോ, or the TSH ആണോ? ഏതാണ്? ഏതാ? ട്രൈ ആണോ, or the tetra ആണോ? ട്രൈ ആണോ, ടെട്ര ആണോ? ഇനി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.
പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാരും പറയാം, തെറ്റിയാൻ കുഴപ്പമില്ല, പറയണേ. തൈറോക്സിൻ എന്നറിയപ്പെടുന്ന ആരാ? ട്രൈയോ ടെട്ര? ടെട്രയാണോ? അത് ടെട്രയാണോ? ആലോചിച്ച് പറഞ്ഞേ. തൈറോക്സിൻ എന്നറിയപ്പെടുന്നത് അത് ടെട്രയാണോ? ആലോചിച്ച് പറ. എല്ലാരും പറയണം. അത് ടെട്രയല്ലേ? ആ ടെട്രയല്ലേ? തെറ്റിക്കോ? ആ ടെട്രയല്ലേ? തൈറോക്സിൻ എന്ന് പറയുന്നത് T4 എന്നറിയപ്പെടുന്ന ഏതാ? തൈറോക്സിൻ എന്ന് പറയുന്നത് T4 അല്ലേ? ആണോ അല്ലയോ? T4 എന്നല്ലേ നമ്മൾ പറയുന്നത്. തൈറോക്സിൻ നമ്മൾ പറയുന്നത് T4 എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? ടെട്ര ആണത്. ടെട്രയാണ്. അപ്പൊ ഇത് പഠിച്ചില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകത്തില്ലായിരുന്നു. ഇത് പഠിച്ചില്ലെങ്കിൽ ഇത് വിട്ടുപോയിരുന്നു അല്ലേ? ഇത് തെറ്റിപ്പോവായിരുന്നു. ചാടിക്കേറി എഴുതി വെക്കരുത്. എപ്പോഴും ചാടിക്കേറി ഒരിക്കലും എഴുതരുത്. നമ്മൾ അറിഞ്ഞ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയണം കേട്ടോ. എല്ലാവരും ചില ആൻസർ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ വരെ. ഈ തൈറോക്സിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരല്ലയുടെ കുഞ്ഞുങ്ങൾ ടെട്ര എന്ന് പറയുന്നത്. ആരെങ്കിലും അത് ആലോചിച്ചോ? തൈറോക്സിൻ അതിനെ തന്നെയല്ലേ നമ്മൾ വിളിക്കുന്ന പേര് ടെട്ര അയഡോ തൈറോക്സിൻ എന്ന് പറയുന്നത്, T4 എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ആരും ആലോചിച്ചില്ല അല്ലേ? തൈറോക്സിൻ അല്ലെങ്കിൽ ടെട്ര അയഡോ തൈറോക്സിൻ നമ്മൾ പറയുന്നുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. ദ സിന്തസിസ് ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ ടേക്ക് പ്ലേസ് ഇൻ, അത് എവിടെ നടക്കും? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അത് എവിടെ നടക്കൂടെ? എല്ലാത്തിലുമാണോ? ഓർ ദ തൈറോഗ്ലോബുലിൻ പ്രസന്റ് ദ ഫോളിക്കുലർ ക്യാവിറ്റിയിലാണോ? ഓർ ദ ത്രൂ ദ ഓക്സിഡേഷൻ ഓഫ് അയഡിൻ ആണോ? ഏത് വഴി നടക്കും? ആൻസർ 10 സെക്കൻഡ് ആൻസർ ചെയ്യാൻ വേണ്ടി 10 സെക്കൻഡ് എടുക്കുക. ഓരോ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി 10 സെക്കൻഡ് എടുക്കുക. അതിൽ കൂടുതൽ എടുക്കരുത്. ഇപ്പോഴേ അങ്ങനെ പഠിക്കുക. ഒരു 10 സെക്കൻഡ് കൂടുതൽ എടുക്കരുത്. ഏതാ? ആൾ ദ എബോവ് ആണോ? ആൾ ദ എബോവ് ആണോ? ആണല്ലേ? ആൾ ദ എബോവ് ആണല്ലേ? ആണ്. ഇറ്റ്സ് ഓപ്ഷൻ ഡി ആണ്. ആൾ ദ എബോവ് ആണ്. എങ്ങനെയായിരിക്കും? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ തൈറോഗ്ലോബിൻ എന്താണ്, അത് ഫോളിക്കുലർ ആക്ടിവിറ്റി വഴിയെ വരുന്നല്ലേ? അല്ലേടെ? അതിന് പ്രധാനമായിട്ടും അയഡിൻ സഹായിക്കാറുണ്ടോ കുഞ്ഞുങ്ങളെ? തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടി അയഡിൻ സഹായിക്കാറുണ്ടോ? നമ്മൾ കഴിക്കുന്ന അയഡിൻ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന അയഡിൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ GI വെച്ച് അബ്സോർഷൻ നടക്കാറില്ലേ? അപ്പൊ അതും ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന എവിടെയാണ്? ആൾ ദ എബോവ് വെച്ചാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. വെച്ച്. ദ റേറ്റ് ഓഫ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ പെർ ഡേ എത്രയാണ്? ഒരു ദിവസം എത്രയാണ്? ഒരു ദിവസം എത്രയായിരിക്കും റേറ്റ്? ഈ ക്വസ്റ്റ്യനിൽ എവിടെ നിന്ന് വരുന്നത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിൽ എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യന്? എൻഡോക്രൈൻ എന്നാണ്. അപ്പൊ ഇന്നത്തെ എൻഡോക്രൈൻ ക്വസ്റ്റ്യൻ കുറെ പഠിക്കുക. സോ പറഞ്ഞേ, ദ റേറ്റ് ഓഫ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ പെർ ഡേ എത്രയാണ്? ഇറ്റ് ഇസ് 80 to 60 മൈക്രോഗ്രാം. ഒരു ദിവസം വരുമ്പോൾ എത്രയായിരിക്കും? ഇറ്റ്സ് 80 to 60 മൈക്രോഗ്രാം ആണ്
ഒരു ദിവസം വരുന്നത് മറക്കരുത്. മറക്കോ? ഇല്ല ഇല്ല, ഇല്ല. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, മറക്കരുത്. സാധാരണയായിട്ട് ഒരു 80 to 90 ഒക്കെ പോകും. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇറ്റ് 80 ഉള്ളത് കണക്കാക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, the seventh question. The normal, the BMR is about എത്ര ഉണ്ട്? എത്രയാണ് ഇസ് നോർമൽ ദ BMR എന്ന് പറയുന്നത്? എത്രയാണ്? ദ ബേസൽ മെറ്റബോളിക് റേറ്റ് ഏറ്റവും നോർമൽ എത്രയാണ്? അതിന് മുമ്പ് എന്താ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മുമ്പ് ഇറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇറ്റ് ദ വൈറ്റൽ ഓർഗൻസിലെല്ലാം അത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇറ്റ്സ് എനർജി ആണോ നമ്മുടെ ബോഡിക്കകത്തുള്ള നമ്മൾ ഈ പറഞ്ഞ ഇറ്റ്സ് ഉണർന്നിരിക്കുന്ന സമയത്ത് അത് ഫങ്ഷൻ ചെയ്യാനുള്ള ഇറ്റ്സ് വൈറ്റൽ ഫങ്ഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇറ്റ്സ് എനർജിയെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വിളിക്കാം. ആണോ അല്ലയോ? ആണ്. അതുപോലൊരു ടേം ഉണ്ട്. ഈ പറഞ്ഞ ദ ബേസൽ മെറ്റബോളിക് റേറ്റ് പോലെ സിമിലർ വരുന്ന ഒരു ടേം ഉണ്ട്. ആർക്ക് പറയാം? ദ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ദ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ കേൾക്കണം. ഇപ്പൊ കേൾക്കണം. ഇത് ബേസൽ മെറ്റബോളിക് റേറ്റ് പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് ബേസൽ മെറ്റബോളിക് റേറ്റ് പോലെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടേം കൂടെ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് പേര് വിളിക്കാം? ദ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് വിളിക്കാം. ദ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് വിളിക്കുമ്പോ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം അതിന് 3 to 4 hours കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന എനർജിയാണോ? ആലോചിക്കാം. ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ച ശേഷം കിട്ടുന്ന എനർജിയാണോ? ആണോടെ? ഈ ഫുഡ് കഴിക്കുന്നു അതിനുശേഷം ഒരു 3 to 4 hours കിട്ടുന്ന ഇതാണോടെ? ആണോ? ഡൈജഷൻ വരുന്ന കാര്യമല്ലേ? ഡൈജഷൻ വരുന്ന കാര്യമാണ്. വിളിക്കുന്ന പേരെന്താ? റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താ? ഏറ്റവും നോർമൽ ആയ ദ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയാണ്? ഏറ്റവും നോർമൽ വരുന്ന ദ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയായിരിക്കും? ഒന്ന് കറങ്ങി പറഞ്ഞേ, എത്രയായിരിക്കും? ഒരു ദിവസം എത്രയായിരിക്കും? ഒരു ദിവസം റേറ്റ് എത്രയായിരിക്കും? 1500 മുതൽ 1800 അല്ലേ? 1500 മുതൽ 1800 അല്ലേ? 1500 മുതൽ 1800 അല്ലേ കുഞ്ഞുങ്ങളെ? റൈറ്റ് ആൻസർ യെസ്. ഈ ഓപ്ഷൻ ആണ് ആർക്കെങ്കിലും തോന്നിയോ? ഈ ഓപ്ഷൻ ആണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഇപ്പൊ തോന്നും. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോ പെട്ടെന്ന് കത്തതില്ല അല്ലേ? ഇനി അടുത്ത എട്ടാമത് ക്വസ്റ്റ്യൻ വെച്ച് which one of the following is the normal value of the TSH? ഏതാണ് ഇതിന്റെ ആൻസറിൽ the normal value of the TSH? വരട്ടെ, ഓരോരുത്തരെ വരട്ടെ. യെസ്, ഓപ്ഷൻ എ ആണല്ലേ. ഇറ്റ്സ് 0.5 തൊട്ട് 5 വരെയാണ് ഏറ്റവും നോർമൽ ദ TSHന്റെ നോർമൽ. എല്ലാവരും ആൻസർ പറയണം. ഇതിനകത്ത് എല്ലാവരും പറയണം. നിങ്ങൾ തെറ്റിയാലും ഒന്നും വിചാരിക്കേണ്ട, ചറവറ ആൻസർ മാത്രം പറഞ്ഞോളാം. നോർമൽ എത്രയാ? 0.5 to 5 വരെ കൂട്ടാം അല്ലേ? അതുപോലെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ദ നോർമൽ വാല്യൂ ഓഫ് ദ T3 എത്രയാ? അതുപോലെ വരുന്ന കാര്യമാണ് ദ നോർമൽ വാല്യൂ ഓഫ് ദ T3 എത്രയാ? T3 നോർമൽ എത്രയായിരിക്കും? T3 60 മുതൽ 180 ആണോ? 30 to 50 ആണോ? 100 to 120 ആണോ? 150 to 200 ആണോ? അതും ഓപ്ഷൻ എ അല്ലേ?
അതും ഓപ്ഷൻ എ അല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ അല്ലേ? യെസ്, അതും ഓപ്ഷൻ എ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. ചറവ പറഞ്ഞേ. Which hormone that maintain the balance between the thyroid hormone and the TSH? ഏതാണ്? ഏതായിരിക്കും? അത് T3 ആണോ, T4 ആണോ, ഓർ TSH ആണോ, ഓർ ഇവയിൽ പെടുന്നതിൽ ഒന്നുമല്ലേ? പറയണം പറയണം പറയണം. ഈ T3 ആണോ ഓർ T4 ആണോ ഏറ്റവും വലുതേ? അത് പറഞ്ഞേ. ഇതിൽ T3 ആണോ ഓർ T4 ആണോ എപ്പോഴും ഏറ്റവും വലുത്? ഏതായിരിക്കും? T3 അല്ലേ? T3 അല്ലേ? T3 ആണ് ഏറ്റവും വലുതല്ലേ? ആ, T3 ഏറ്റവും വലുതും ആൻഡ് T4 എപ്പോഴും സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. സോ എപ്പോഴും ഇതിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? T3 ലെവലിനെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ആരായിരിക്കും? TSHന്റെ പ്രൊഡക്ഷൻ അല്ലേ? TSHന്റെ പ്രൊഡക്ഷൻ അല്ലേ? അല്ലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരും? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എപ്പോഴും എങ്ങനെ വരും? ദ ബാലൻസ് ബിറ്റ്വീൻ ദ തൈറോയ്ഡ് ഹോർമോൺസ് ആൻഡ് ദ TSH എന്ന് വരുമ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഏതായിരിക്കും? T3 അല്ലേ? T3 അല്ലേ? ഓപ്ഷൻ എ ആയത് T3 ആണ്, മറക്കരുത്. T3 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Which one of the following deficiency leads the increase in TSH? ഏതായിരിക്കും? ഏതായിരിക്കും? Which of the following the deficiency leads the increase the TSH? സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ, അയഡിൻ ആണോ, സാൾട്ട് ആണോ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ സിന്തസിസിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? തൈറോയ്ഡ് ഹോർമോണിന്റെ സിന്തസിസിനും ആൻഡ് റെഗുലേറ്റിങ്ങിനും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? അയഡിൻ. അയഡിൻ അയഡിൻ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ അയഡിനെ കഴിക്കാറുണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ടോ? യെസ്, ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? അയഡിൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അയഡിൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മറക്കരുത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും കേരള PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അയഡിൻ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. It's given the following are the functions of the thyroid hormones. താഴെ പറയുന്നവൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ഏതാണ്? It increases the BMR, it increases the gastric mortality and enhances the brain development, or is all the above? ഏതായിരിക്കും? എല്ലാരും ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ? എന്തൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞത് തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്? ആദ്യം നമ്മുടെ ഈ പറഞ്ഞ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൂട്ടാറല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് എന്താ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് എന്താണ്? ബേസൽ മെറ്റബോളിക് റേറ്റിലെല്ലാം കൂട്ടാറുണ്ട്. പിന്നെ എന്ത് ഫംഗ്ഷൻ ഉണ്ട്? വേറെ എന്ത് ഫംഗ്ഷൻ ഉണ്ട് തൈറോയ്ഡ് ഹോർമോൺസിന്? മറ്റ് ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇൻ ദ സെൽസിലുള്ള ഇറ്റ് ഇസ് എ പ്രോട്ടീൻ സിന്തസിസ് സഹായിക്കാറുണ്ടോ? നമ്മുടെ ബോഡിക്ക് അകത്തുള്ള സെൽസിന്റെ അകത്തുള്ള പ്രോട്ടീൻ സിന്തസിസിന് തൈറോയ്ഡ് ഹോർമോൺ സഹായിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? അതുമുണ്ട്. അടുത്ത ഫംഗ്ഷൻ എന്താ? അടുത്ത ഫംഗ്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഈ പറഞ്ഞത് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാറുണ്ടോ തൈറോയ്ഡ് ഹോർമോൺസ്?
അറിയാം, പലർക്കും അത് കൂടുന്നത് കാരണം എന്തുണ്ടാവാറുണ്ട് എന്തുണ്ടാവാറുണ്ട്, കൂടുമ്പോഴും കുറയുമ്പോഴും പല സംഭവങ്ങൾ വരാറുണ്ട് അല്ലേ? ഇറ്റ്സ് ദ വെയിറ്റ് ഗെയിൻ ആൻഡ് ദ വെയിറ്റ് ലോസ് വരാറുണ്ടോ? ഉണ്ടോടെ? ഉണ്ട് 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 ഉണ്ടോ? ഉണ്ട്. വേറെ ഫംഗ്ഷൻ ഉണ്ടോ? എനിക്കറിയേണ്ടത് വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ദ തൈറോയ്ഡ് ഹോർമോൺസിന് ഈ പറഞ്ഞവയല്ലാതെ വേറെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ആർ ബി സിയുടെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ടോ? ഈ ഓപ്ഷനിൽ ഒന്നും തന്നെ ഇല്ല ആ ഒരു ഫംഗ്ഷൻ. എങ്കിലും പറഞ്ഞു തരികയാണ്, തൈറോയ്ഡ് ഹോർമോൺസിൽ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ സഹായിക്കാറുണ്ടോ? അത് കൂട്ടാൻ സഹായിക്കാറുണ്ടോ? ആർ ബി സിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കൂടി സഹായിക്കുന്നുണ്ട്. മറക്കരുത്, ദ തൈറോയ്ഡ് ഹോർമോൺസ് ആർ ബി സിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കൂടെ സഹായിക്കാറുണ്ട്. വേറെ ഫംഗ്ഷൻ ഉണ്ടോ? വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഇതൊന്നും അല്ലാതെ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഇതൊന്നും അല്ലാതെ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ എല്ലാ ആക്ടിവിറ്റിയും കൂട്ടാൻ സഹായിക്കാറുണ്ടോ? ഈ ഓപ്ഷനിൽ ഒന്നുമില്ല, എങ്കിലും ചോദിക്കുകയാണ്. നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഇല്ലേ, അതിന്റെ ഓവറോൾ ആക്ടിവിറ്റി എപ്പോഴും കൂട്ടി നിർത്താൻ സഹായിക്കുന്നത് ആരമാണ്? തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. അപ്പൊ ഇതിലുള്ള എല്ലാം ഉണ്ടോടെ? 12ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ഫംഗ്ഷനും ഇല്ലേ? BMR കൂട്ടാൻ സഹായിക്കാറുണ്ട്, ആൻഡ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കാറുണ്ട്, ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കാറുണ്ട്. പിന്നെ ഏതൊക്കെ ഫംഗ്ഷൻ പറഞ്ഞു തന്നു? ഏത് പറഞ്ഞു തന്നു? ഇറ്റ്സ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും അല്ലേ? ഇറ്റ്സ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. RBCയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഇറ്റ്സ് ഓവറോൾ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കും? തൈറോയ്ഡ് ഹോർമോൺസ് സഹായിക്കും. കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് കിട്ടിയോ നിങ്ങൾക്ക്? സാധാരണ അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? എപ്പോഴും പഠിച്ചോട്ട് പോകുന്നതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ വെയിറ്റ് അല്ലേ? എപ്പോഴും പഠിച്ചിട്ട് എന്താണ്? ദ വെയിറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡും അതുമായി ബന്ധപ്പെട്ട ഹോർമോൺസ് T3 T4 TS വെച്ച് മാത്രം പഠിച്ചുകൊണ്ട് പോകും. ഇനിയുള്ള എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായോടെ? സോ ഇതുപോലെ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കണം, കിട്ടും. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച്, ദ എക്സസീവ് സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺസ് ഒക്കേഴ്സ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് എപ്പോഴും വരുന്നത്? ഇറ്റ്സ് മലിഗ്നൻസി കൊണ്ടാണോ, ഓർ ഇറ്റ്സ് SIDH കൊണ്ടാണോ, ഓർ ദ ഡയബറ്റിക് ഇൻസിപ്പിഡസ് കൊണ്ടാണോ, ഓർ ദ ഡോർഫിസം കൊണ്ടാണോ? നല്ല എക്സസീവ് സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺസ് ഡ്യൂ ടു. എക്സസീവ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ദ തൈറോയ്ഡ് ഹോർമോൺ എക്സസീവ് വിളിക്കുന്ന പേരെന്താ? തൈറോയ്ഡ് ഹോർമോണിന്റെ നല്ല എക്സസീവ് സെക്രീഷനെ വിളിക്കുന്ന പേരെന്താ? എന്ത് പേര് വിളിക്കും? ഹൈപ്പർ തൈറോയിഡിസം ആണോ, ഓർ ദ ഹൈപ്പോ തൈറോയിഡിസം ആണോ? ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? ആ ഹൈപ്പർ തൈറോയിഡിസം ആണോടെ? ആണോ? അപ്പൊ അതിനൊരു കാരണം എന്താ? ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും മാലിഗ്നൻസി അല്ലേ? മാലിഗ്നൻസി ആണ്. മറക്കരുത്, ഉത്തരം അങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. Exothalmosis is the feature seen in the hyperthyroidism ആണോ, or hypothyroidism ആണോ, or the subclinical hypothyroidism, or the central hypothyroidism? വരട്ടെ ആൻസർ വരട്ടെ. എക്സോതാൽമോസിസ് പറഞ്ഞേ ആദ്യം. ഇറ്റ് ഈസ് എക്സോതാൽമോസിസ് എന്താ? ആ കണ്ണുകളെല്ലാം ഇറ്റ്സ് പ്രൊട്രൂഷൻ ഓഫ് ഐബാളാണോ? ഇറ്റ്സ് പ്രൊട്രൂഷൻ ഓഫ് ഐബാളിനെ വിളിക്കുന്ന പേരല്ലേ? ദ പ്രൊട്രൂഷൻ ഓഫ് ദ ഐബാളിനെ വിളിക്കുന്ന പേരല്ലേ എക്സോതാൽമസ് എന്ന് പറയുന്നത്? ആണല്ലോ. എന്തുകൊണ്ടാ വരുന്നത് അങ്ങനെ? എന്തുകൊണ്ടാ വരുന്നത്? തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണുകൾ
നല്ല എഡിമ വരും കുഞ്ഞുങ്ങളെ, അല്ലേടേ? കണ്ട ഐബാളിന് ചുറ്റുമായിട്ട് നല്ല എഡിമ വരും, അല്ലേ? അല്ലേ, ഇത് കൂടുന്ന സമയത്ത്, നല്ല എക്സസൈസ് സെക്രീഷൻ ഉണ്ടാവുന്ന സമയത്ത് ഐബാളിന്റെ ചുറ്റും നല്ലൊരു എഡിമ ഉണ്ടാവും. അങ്ങനെയാണോ? ആണോ? ആണോ? ആണല്ലോ, ആണല്ലോ. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇവിടത്തെ ആൻസർ അപ്പൊ എന്തായിരിക്കും? ഇറ്റ്സ് ഹൈപ്പർ തൈറോയിഡിസം കാരണം, അല്ലേ? ഇറ്റ്സ് ഹൈപ്പർ തൈറോയിഡിസം കാരണം, അല്ലേ? യെസ്, ഇറ്റ്സ് ഹൈപ്പർ തൈറോയിഡിസം കാരണമാണ് എക്സോതാൽമോസിസ് ഉണ്ടാവുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, which one of the following is the most common type of the hyperthyroidism? അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following is the common type of the hyperthyroidism? The most common type ഏതാണ്? It is the thyroiditis ആണോ, or the Hashimoto's disease ആണോ, or the primary hypothyroidism ആണോ, or the Graves disease ആണോ? നല്ല ഉത്തരവാണ്. പറയട്ടെ, എല്ലാരും പറ. ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി ആണോ കുഞ്ഞുങ്ങളെ? അത് ഗ്രേവ് ഡിസീസ് അല്ലേ? അത് പ്രധാനമായിട്ടും ഗ്രേവ് ഡിസീസ് അഫക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ? നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണോ? ഗ്രേവ് ഡിസീസ് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അല്ലേ? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നത് കാരണം തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഓവർ പ്രൊഡക്ഷൻ വരും. മറക്കരുത്, ചോദിക്ക് ഗ്രേവ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്ന എവിടെയാ? ഇറ്റ്സ് ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ ആണ്. അത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അവിടെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്താ? ഇറ്റ്സ് ഗ്രേവ് ഡിസീസ് ആണോ? ഗ്രേവ് ഡിസീസ് ആണോ? ആണ്, ഗ്രേവ് ഡിസീസ് ആണ്. ഡേയ്, ആരും വിളിക്കുന്നത് മറ്റൊരു പേരെന്താ? അത് പറയട്ടെ. ഗ്രേവ് ഡിസീസ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? എനിയോൺ? ഇറ്റ്സ് ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്ന് വിളിക്കുന്നുണ്ടോ? ഗ്രേവ് ഡിസീസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഓർമ്മ വരണം. ഗ്രേവ് ഡിസീസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? എന്ത് പേര് കൂടെ വിളിക്കാം? ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയും കൂടെ കാണും. ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ. ഡിഫ്യൂസ് ദ ടോക്സിക് ഗോയിറ്റർ എന്ന് കണ്ടാലും അത് ഇറ്റ് ഈസ് ദ ഗ്രേവ് ഡിസീസിന്റെ മറ്റൊരു പേരാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ട കാര്യം, ഒരു പേഷ്യന്റ് ദ ഹൈപ്പർ തൈറോയിഡിസം വരികയാണെങ്കിൽ അതിന്റെ ഏറ്റവും ദ മോസ്റ്റ് കോമൺ കോസ് എന്തായിരിക്കും? ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസം എന്ന് കാണുമ്പോൾ ഉത്തരം ഇറ്റ്സ് ഗ്രേവ് ഡിസീസ് ആണ്. അല്ലേ? അതെന്ത് ടൈപ്പ് ഡിസീസാ? ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലേ? അല്ലേ? സംഭവം എങ്ങനെയാ? ആദ്യം TSH സ്റ്റിമുലേഷൻ കൂടുന്ന സമയത്ത് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് നല്ല എൻലാർജ്മെന്റ് ആവും, അല്ലേ? ആണോ അല്ലയോ? TSH പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് നല്ല എൻലാർജ്മെന്റ് ആവുകയും അതല്ലേ പിന്നീട് ഇറ്റ് ഇസ് ഗോയിറ്ററായി മാറുന്നത്, അല്ലേ? TSH പ്രൊഡക്ഷൻ കൂടുന്നു, അത് പതിയെ എന്ത് ചെയ്യുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് നല്ല എൻലാർജ്മെന്റ് ഉണ്ടാക്കുകയും അത് പതിയെ ഗോയിറ്ററായി മാറുകയും ചെയ്യുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് വന്ന എവിടെന്നാ? എൻഡോക്രൈൻ ഡിസീസ് എന്നല്ലേ? എൻഡോക്രൈൻ മൊത്തം വന്നല്ലേ? യെസ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കട്ടെ. ഇതേ ഓപ്ഷനിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 15ാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്.
എന്താണ് ഇറ്റ്സ് ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞില്ല. ഒരു ഓപ്ഷൻ എല്ലാം പഠിക്കണമല്ലോ. എന്താണ് ഹാഷിമോട്ടോസ് ഡിസീസ്? ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പതിയെ ഗോയിറ്റർ പിന്നെ എന്തായി മാറും? തൈറോയിഡൈറ്റിസ് ആയി മാറോടെ. അത് പതിയെ ആ എല്ലാരും പറ്റേ. ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിനെ വിളിക്കുന്ന പേരെന്താ? ആട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിനെ വിളിക്കുന്ന പേരെന്താ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വിളിക്കാറുണ്ടല്ലേ? ആണോ ഇല്ലയോ? ആണല്ലേ? ഈ പതിയെ എന്തായി മാറും ഇവിടെ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആയി മാറുകയും ചെയ്യുന്നു. ഇസ് എ ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. Which one of the following it is not a physical assessment finding in the Parkinsonism disease? Which one of the following is not a physical assessment findings in the Parkinsonism disease? അത് ഏതൊക്കെയാണ്? Is absence of the cognitive impairment ആണോ, or the mask-like expression ആണോ, or it is the dysarthria ആണോ, or the pill rolling movement ആണോ? പാർക്കിൻസോണിസത്തിൽ കാണുന്നത് ഏതാ? ഫിസിക്കൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ പാർക്കിൻസോണിസം ഒരു പേഷ്യന്റ് നോക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും കാണുന്നത് എന്താ? എല്ലാ PSCക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രെമറിനെ വിളിക്കുന്ന പേരെന്താ? അത് മാത്രം ആലോചിച്ചാൽ മതി. പാർക്കിൻസോണിസം പേഷ്യന്റ് എപ്പോഴും വിറച്ചിരിക്കും. എന്ത് വിളിക്കും? ദ പിൽ റോളിംഗ്. പറഞ്ഞേ ദ പിൽ റോളിംഗ് മൂവ്മെന്റ് അല്ലേടെ? അല്ലേടെ? ഫിംഗേഴ്സ് എല്ലാം എപ്പോഴും വിറച്ചിരിക്കും. ഇവിടെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പഠിച്ചിട്ടുണ്ടോ? എവിടെ? ചോദിക്കട്ടെ, ദ പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ചോദിക്കട്ടെ, ദ പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഭാഗം എവിടെയാണ്? പാർക്കിൻസോണിസം നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഭാഗത്തെ അഫക്ട് ചെയ്യുന്നത്? പാർക്കിൻസോണിസം വരുന്ന പേഷ്യന്റിൽ അത് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ബ്രെയിനിൽ ഏത് അഫക്ട് ചെയ്യും? ഇത് ബേസൽ ഗാംഗ്ലിയ കേട്ടിട്ടുണ്ടോ? ദ ബേസൽ ഗാംഗ്ലിയ അല്ലെങ്കിൽ ദ സബ്സ്റ്റാൻഷ്യ നിഗ്ര കേട്ടിട്ടുണ്ടല്ലേ? പാർക്കിൻസോണിസം വരുന്ന പേഷ്യന്റ് എപ്പോഴും അഫക്ട് ചെയ്യുന്ന പാർട്ട് ഏതാ? ചോദിക്കും. ഇൻ ദ ബ്രെയിനിൽ ഏത് ഭാഗത്താ? ഇൻ ദ ബ്രെയിനിന്റെ ഏത് ഭാഗത്താ പാർക്കിൻസോണിസം പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത്? നോട്ടിസിലാണ്. ഏത് അഫക്ട് ചെയ്യുന്നത്? ദ ബേസൽ ഗാംഗ്ലിയ അല്ലെങ്കിൽ ദ സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഈ പാർക്കിൻസോണിസം വരുന്ന പേഷ്യന്റില് അവിടെ എന്ത് കൂടും, അവിടെ എന്ത് കുറയും? അവിടെ ഡോപ്പമിൻ കൂടോ കുറയോ? കൂടോ കുറയോ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടോ കുറയോ? ഡോപ്പമിൻ കൂടോ കുറയോ? പാർക്കിൻസോണിസം വരുന്ന പേഷ്യൻസില് ദ ഡോപ്പമിൻ കുറയുകയും പിന്നെ എന്ത് കൂടും? അസറ്റൈൽ കോളിൻ കൂടും അല്ലേ? ദ ഡോപ്പമിൻ കുറയുകയും അസറ്റൈൽ കോളിൻ കൂടുകയുമായി ചെയ്യണതല്ലേ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പല പ്രാവശ്യം ചോദിച്ച കാര്യമാണ്. ദ ഡോപ്പമിൻ കുറയുകയും അസറ്റൈൽ കോളിൻ കൂടുകയും ചെയ്യും. മറക്കരുത്. അവിടെ വരുമ്പോഴാണ് കേരള PSC 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള PSC എക്സ് 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദ ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം. ആരും കേട്ടിട്ടുണ്ടോ? ദ പാർക്കിൻസോണിസത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം. ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് സ്ഥിരം ചോദ്യ ക്വസ്റ്റ്യൻ ആണ്. ദ ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം ഏതൊക്കെയുണ്ട്? ട്രെമർ ഉണ്ട്, ആൻഡ് റിജിഡിറ്റി ഉണ്ട്. ഒരു പേരുടെ ഉണ്ട്. ഇത് ബ്രാഡിക്കൈനേസിയ ആണോ? ദ ബ്രാഡിക്കൈനേസിയ ആണോ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയുണ്ട്? കമന്റ് ഏതൊക്കെയുണ്ട്? ട്രെമർ ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്, ആൻഡ് ദ ബ്രാഡിക്കൈനേസിയ ഉണ്ട്. 3 കാര്യം വെരി ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ? ചറ പറ. എല്ലാരും പറയണം. ഇത് അറിഞ്ഞൂടാത്ത ഇപ്പൊ പഠിക്കണം. അറിഞ്ഞൂടാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ പഠിക്കണം. ഏതൊക്കെയുണ്ട്?
ട്രെമർ ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്, ആൻഡ് ബ്രാഡികൈനേസി ഉണ്ട്. ഇവ മൂന്നും വിളിക്കുന്ന പേര് ട്രയാഡ് ഓഫ് പാർക്കിൻസോണിസം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വരുന്ന ഫസ്റ്റ് കാര്യമാണ്, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ദ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം ഓഫ് ദ പാർക്കിൻസോണിസം. ദ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റം ഓഫ് ദ പാർക്കിൻസോണിസം ഏതാ? ഏതാ ഏതാ ഏതാ? ട്രെമർ. ട്രെമർ അല്ലേ? അല്ലേ അല്ലേ? വിറയൽ വിറയൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ട്രെമറിന്റെ പേരെന്താ? ആ ട്രെമറിന്റെ പേരെന്താ? ദ റെസ്റ്റിംഗ് ട്രെമർ. വെറുതെ ഇരുന്നാൽ പോലും വിറയൽ ഉണ്ടാവും അല്ലേ? റെസ്റ്റിംഗ് ട്രെമർ ആണ് ഉണ്ടാവുന്നത്, മറക്കരുത്. ദ ടൈപ്പ് ഓഫ് ട്രെമർ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും ഓർമ്മ വരണം, ദ റെസ്റ്റിംഗ് ട്രെമർ ആണ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ദ പിൽ റോളിംഗ് മൂവ്മെന്റിലോട്ട് പോകുന്നല്ലേ. അതിനുശേഷമാണ് ദ പിൽ റോളിംഗ് ട്രെമർ, ഫിംഗേഴ്സ് എല്ലാം വരുന്നുണ്ട്. സോ ഇത് കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോ? അതുമായി ബന്ധപ്പെട്ടായും കിട്ടിയോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ദ പാർക്കിൻസോണിസിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം. ഏനിയോ? ഏനിയോ? ആരെങ്കിലും ദ ലിവോഡോപ്പ ആൻഡ് ദ കാർബിഡോപ്പ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ദ ലിവോഡോപ്പ ആൻഡ് ദ കാർബിഡോപ്പ, അത് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അവിടെ എന്തോ കുറഞ്ഞിരുന്നു, അത് കൂട്ടാനാണ്. എന്ത് കുറഞ്ഞിരുന്നു? എന്ത് കുറഞ്ഞിരുന്നു? ഡോപ്പമിൻ കുറഞ്ഞിരുന്ന ഡോപ്പമിനെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്? ദ ലിവോഡോപ്പയും ആൻഡ് ദ കാർബിഡോപ്പയും കൊടുക്കുന്നു. അല്ലേടെ? അല്ലേടെ? ആണ് ആണ്. യെസ്. ഈ ഒരു ക്വസ്റ്റ്യനും കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റ്യനും കിട്ടിയല്ലോ. അതുമായി ബന്ധപ്പെട്ടെല്ലാം കിട്ടിയല്ലോ. കിട്ടിയോ? ഇതൊക്കെ ഇതിന്റെ തിയറി പഠിക്കുമ്പോൾ വളരെ ഈസി അല്ലേടെ? നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമോ ശേഷം തിയറി പഠിക്കും, ഇതൊക്കെ ഈസി തോന്നൂല്ലേ? അല്ല അല്ലേ? അല്ലേ? കാരണം ഏറ്റവും അവസാനം പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പഠിക്കാൻ സമയം കിട്ടത്തില്ല. ഏറ്റവും അവസാനം പോകുമ്പോൾ ക്വസ്റ്റ്യൻ പഠിക്കാൻ സമയം കിട്ടത്തില്ല, മറക്കരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. Which one of the following the diet should be the most appropriate for a client with the chronic obstructive disease? COPD പേഷ്യൻസിന് കൊടുക്കുന്ന the type of diet ഏതാണ്? ഏത് ഡയറ്റ് കൊടുക്കാം? പറയണം. എല്ലാരും പറയണം. കാരണമുണ്ട്. ആലോചിച്ചോക്കെ, COPD പേഷ്യന്റ് എപ്പോഴും എന്ത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും? അത് ആദ്യം ആലോചിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആലോചിക്കേണ്ട ഏതാണ്? COPD പേഷ്യന്റ് എപ്പോഴും എന്ത് പുറത്തോട്ട് പോകും? സ്പ്യൂട്ടം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കത്തില്ലേ? സ്പ്യൂട്ടം പുറത്തോട്ട് പോകത്തില്ലേ? സ്പ്യൂട്ടം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കത്തില്ലേ COPD പേഷ്യന്റ്? അത് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചാൽ മതി. സ്പ്യൂട്ടം പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ പേഷ്യന്റ് എന്ത് കൊടുക്കേണ്ടി വരും? ഇറ്റ് ദ പ്രോട്ടീൻ കൂടിയ ഫുഡാണോ? ഇറ്റ്സ് ദ പ്രോട്ടീൻ കൂടിയ ഫുഡാണോ കുറഞ്ഞ ഫുഡാണോ? ഇറ്റ്സ് പ്രോട്ടീൻ കൂടിയ ഫുഡ് കൊടുക്കണോ കുറഞ്ഞ ഫുഡ് കൊടുക്കണോ? കൂടിയ ഫുഡ് അല്ലേ? അല്ലേ? ഇറ്റ്സ് ദ ഹൈ പ്രോട്ടീൻ ഡയറ്റും ആൻഡ് ദ ഹൈ കാലറി ഡയറ്റും, മറക്കരുത്. അത് മാത്രം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓർമ്മ വരണം. COPD പേഷ്യന്റ് എപ്പോഴും സ്പ്യൂട്ടം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുന്നതിന് ഇതിന്റെ ആൻസർ കിട്ടും. ദ ഹൈ കാലറി ആൻഡ് ദ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് കൊടുക്കേണ്ടത്. ആണോടെ? ആണ് ആണ്. ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഇനി ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇറ്റ് ഇസ് ദ ഡയറ്റുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ? ആൻസർ എല്ലാം പറയോ? എനിക്ക് ചോദിക്കാം. എനിക്ക് മാത്രമേ ചോദിക്കുള്ളൂ. ഇറ്റ് ഇസ് ദ ഡയറ്റുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ആർക്കാണ്ട് ഈ പറഞ്ഞ സോഡിയം റെസ്ട്രിക്ട് ചെയ്യുന്നത്? ആർക്കാണ് സോഡിയം റെസ്ട്രിക്ട് ചെയ്യുന്നത്? സോഡിയം ഏറ്റവും ലോ സോഡിയം കാലറിയും റെസ്ട്രിക്ട് ചെയ്യും, ഫാറ്റും കൺട്രോൾ ചെയ്യും. ഇവിടെ ഫാറ്റും കുറച്ചേ കൊടുക്കുള്ളൂ, കാലറിയും കുറച്ചേ കൊടുക്കുള്ളൂ.
സോഡിയവും കുറച്ച് വിടുന്നത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് ഫെയിലിയറിനും ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസിനെല്ലാം എന്ത് ഡയറ്റാ? ഇറ്റ് ഇസ് ദ ലോ സോഡിയം ആൻഡ് ദ ലോ കാലറി ആൻഡ് ദ ഫാറ്റ് കൺട്രോൾ ഡയറ്റ് ആണ് കൊടുക്കുന്നത്. ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണ് നമ്മൾ കാൽഷ്യം കൂട്ടി കൊടുക്കുന്നത്? ഇൻക്രീസ്ഡ് കാൽഷ്യം കൊടുക്കുന്ന ഏത് പേഷ്യന്റില്ല? ഓസ്റ്റിയോപോറസ് അല്ലേ? ഓസ്റ്റിയോപോറസ് വരുന്നു ആരോ പറയുന്നു ഓസ്റ്റിയോപോറോസിസ്. കൊടുക്കോടെ പറയടെ. സ്റ്റോൺ ഉള്ള പേഷ്യന്റ് കൊടുക്കൂടെ? സ്റ്റോൺ ഉള്ള പേഷ്യന്റ് നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, എപ്പോഴും എന്ത് കൂടുതൽ കൊടുക്കണം? ഫ്ലൂയിഡ് കൂടുതൽ കുടിക്കണ്ടേ? ഇൻക്രീസ്ഡ് ഫ്ലൂയിഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ആർക്കെയും അറിയാലോ, എല്ലാവർക്കും അറിയാലോ കാര്യം. സ്റ്റോൺ ഉള്ള ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചോണ്ടിരിക്കണം, വെള്ളം കുടിച്ചോണ്ട് മാത്രം ഇരിക്കണം പറയാറുണ്ടല്ലോ. സ്റ്റോൺ പേഷ്യന്റ്, ദ കിഡ്നി സ്റ്റോൺ പേഷ്യന്റ് ആണ്. യെസ്. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് എന്ത് ഡയറ്റ് കൊടുക്കാം? നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് എന്ത് ഡയറ്റ് കൊടുക്കാം? അവിടെ സോഡിയം കുറയ്ക്കണോ കൂട്ടണോ? സോഡിയം കുറയ്ക്കണോ കൂട്ടണം? അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ സോഡിയം കുറയ്ക്കണോ കൂട്ടണം? സോഡിയം റെസ്ട്രിക്ട് ചെയ്യണ്ടേ? സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ട് ചെയ്യണ്ടേ? സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ട് ചെയ്യണ്ടേ? ഇന്ന് നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ആലോചിച്ച് പറയുക. സോഡിയവും പൊട്ടാസ്യവും എഡിമ ആലോചിക്കുക. എഡിമ, യെസ്. സോഡിയം പൊട്ടാസ്യം റെസ്ട്രിക്ട് ചെയ്യണം. ഇത്രയും ഡേറ്റ് മതിയല്ലോ? മതി, ഇത്രയും ഡേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കൊറേ ഇത്രയും കിട്ടിയോടെ? ക്വസ്റ്റ്യൻ എല്ലാം കിട്ടിയോടെ? എല്ലാവർക്കും ഇത്രയും കിട്ടിയോടെ? എല്ലാം ഒത്തു ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. അടുത്ത 18ാമത് ക്വസ്റ്റ്യൻ. 18ാം ക്വസ്റ്റ്യൻ വായിച്ചേ. It is the Barlow maneuver is used to screen. എന്ത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയാണ്? The congenital, the dysplasia of the hip, or the normal function of the elbow joint, or the mobility of the knee joint, or the obstructed labor. ഏതിനാ ഉപയോഗിക്കുന്നത്? It is the Barlow's test. നമ്മൾ എവിടെ ഉപയോഗിക്കും? In the hip ആണോ? ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയായിട്ട് വരും? ഇത് ഫിമറൽ ഹെഡിലോട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ആണോ? അസറ്റാബുലം വരുന്ന ഭാഗത്താണോ നോക്കുന്നത്? ആണോടെ? അസറ്റാബുലം വരുന്ന ഭാഗത്താണോ നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യും അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി? ഈ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ പിടിച്ച് എന്ത് ചെയ്യും? ഇത് ബാർലോ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കുട്ടിയെ പിടിച്ച് എന്ത് ചെയ്യും? ഇവിടെ ദ ഫ്ലെക്ഷൻ ആൻഡ് ദ അഡക്ഷൻ ഓഫ് ദ ഹിപ്പ് ആണോ? ദ ഫ്ലെക്ഷൻ ആൻഡ് ദ അഡക്ഷൻ ഓഫ് ദ ഹിപ്പ് ആണോ ചെയ്യുന്നത്? ആണ്. ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതുപോലൊരു ടെസ്റ്റ് ഉണ്ട്. ഇതുപോലത്തെ സിമിലർ ആയിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരെന്താ? ഇതുപോലെ സിമിലർ ആയിട്ട് വരുന്ന ടെസ്റ്റ് ഉണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? ഇത് ബാർലോസ് മാനർ. ഇപ്പൊ ഓർമ്മ കിട്ടി. ആരും പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ ടെസ്റ്റ് ഉണ്ട്. പേരെന്താ? എന്ത് പേരാണ്? ഇതിന്റെ പേരെവിടെയും കേട്ടിട്ടുണ്ടോ? ഈ ഒരു പേര് എവിടെയും കേട്ടിട്ടുണ്ടോ? ഓർത്തോണിക് ടെസ്റ്റ് എവിടെയും കേട്ടിട്ടുണ്ടോ? എന്ത് സംഭവം എന്താ? അതും ഈ പറഞ്ഞ കുട്ടികളിലാണ് ചെയ്യുന്നത്.
അതും കുട്ടികൾ എന്ത് ചെയ്യും ഇവിടെ? എന്ത് ചെയ്യും? അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അതും എന്തിനുപയോഗിക്കും? എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനുപയോഗിക്കും? ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സംഭവം നോക്കാൻ വേണ്ടി തന്നെയാണോ? ഇറ്റ്സ് ദ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അല്ലേ? ദ ഹിപ്പിന്റെ ഡിസ്ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയല്ലേ? ആണ്. ദ ഹിപ്പിന്റെ ദ ഡിസ്ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റും ഉപയോഗിക്കുന്നത് അല്ലേ? മറന്നു പോകരുത്. രണ്ടും സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ദ ബാർലോസ് എല്ലാം കിട്ടിയല്ലോ. ഇത് ആദ്യമായിട്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആദ്യമായിട്ട് കേട്ട ആരെങ്കിലും ഉണ്ടോ? സത്യം പറയണം. ഈ രണ്ടുപേരും ആദ്യമായിട്ട് കേട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ പഠിച്ചോ? ഇപ്പൊ പഠിച്ചോ? യെസ്, ഇപ്പൊ പഠിച്ചോടെ? നല്ല കാര്യം, ഇപ്പൊ പഠിച്ചോ? യെസ്. ഇത് നമ്മൾ എപ്പോ ചെയ്യും? ഇതെപ്പോ ചെയ്യും? ഇവിടെ സ്ക്രീനിങ് ഓഫ് ദ ന്യൂ ബോണിൽ ചെയ്യുന്നതാണോ? ഒരു കുട്ടി ജനിക്കുന്നു, ഇറ്റ് ഇസ് ദ ന്യൂ ബോണിൽ ചെയ്യുന്ന സ്ക്രീനിങ് ആണോ? അത് ആണ് അല്ലേ? അല്ലേ? ആണ്. അത് മറക്കരുത്. ഇറ്റ് ഇസ് ദ ന്യൂ ബോണിൽ ചെയ്യുന്ന കാര്യമാണ്. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ദ കൺജഷൻ ഓഫ് ദ ബാക്ക് ഓഫ് ദ നേസൽ പാസേജ് ഇസ് കാൾഡ് as the congestion of the back of the nasal passage is called as ഏതാ? The nasal congestion, stuffy nose or the nasal atresia ആണ്. ഏതാണ്? എല്ലാരും കമന്റ് ആൻസർ കമന്റ് സാറാ കമന്റ്. ഈ പറഞ്ഞ നേസൽ കൺജഷൻ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? നേസൽ കൺജഷൻ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? കൺജഷൻ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സ്റ്റഫി നോസ് വിളിക്കാറുണ്ടോ? സ്റ്റഫി നോസ് വിളിക്കാറുണ്ടോ? നേസൽ കൺജഷൻ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. സ്റ്റഫി നോസ് വിളിക്കാറുണ്ടോ? ചുമ്മാ ചോദിക്കുകയാണ്. സ്റ്റഫി നോസ് വിളിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ നേസൽ പാസേജിന്റെ ഏറ്റവും ബാക്ക് ഭാഗത്തുള്ള കൺജഷനെ വിളിക്കുന്ന പേരെന്താ? എന്തായിരിക്കും? അത് കാരണം നല്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാം. അത് ഇനി പറയണം, ഞാൻ എല്ലാം പറഞ്ഞു തരികയാണ്. അത് കാരണം ഇറ്റ്സ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഇറ്റ്സ് ഓപ്ഷൻ ഡി അല്ലേ? ഇറ്റ്സ് ഓപ്ഷൻ ഡി അല്ലേ? അനോമലി ആണല്ലേ? അനോമലി അല്ലേ? അനോമലി. അട്രീഷ എന്ന് പറയുമ്പോൾ അനോമലി അല്ലേ? അട്രീഷ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കണം, ഇറ്റ്സ് അനോമലി അല്ലേ? അല്ലേ? അവിടെ ഇറ്റ്സ് ദ നാരോയിങ് ആയി പോയി. ഇറ്റ്സ് ദ നാരോയിങ് ആയി പോയി. ഇറ്റ്സ് ബ്ലോക്കേജ് ആണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഇസ് എ ക്ലിയർ? ഇസ് എ ക്ലിയർ? യെസ്. 20 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. 21 ക്വസ്റ്റ്യൻ വായിച്ചേ. 21ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. എ ചൈൽഡ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് ന്യൂമോണിയ. വാട്ട് ഈസ് ദ പ്രയോറിറ്റി ദാറ്റ്സ് നീഡഡ് ടു മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ നഴ്സിംഗ് പ്ലാൻ? എന്ത് വേണം? ഒരു ഹോസ്പിറ്റലിൽ ന്യൂമോണിയം ബാധിച്ചിട്ട് കുട്ടി കിടക്കുകയാണ്. റെസ്റ്റ് വേണോ? ന്യൂട്രീഷൻ വേണോ? ഓർ ദ എക്സസൈസ് വേണോ? ഓർ ദ എലിമിനേഷൻ വേണോ? ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. റെസ്റ്റ് തന്നെയാണ് വേണ്ടത്. ഓക്കെ. 22
A nurse should aware the presence of the delayed epistasis after the maxillofacial trauma should raise suspension on. എന്തായിരിക്കും ആൻസർ? അത് is a chronic bacterial infection of the nasal mucosa ആണോ, or is the untreated that deviated nasal septum ആണോ? ഏതായിരിക്കും ആൻസർ വരുന്നത്? or it is arterial aneurysm ആണോ? ഇത് maxillofacial trauma എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ട്രോമ അല്ലേ? ആണല്ലോ. ഇത് maxillofacial trauma എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ട്രോമ അല്ലേ? നിങ്ങളുടെ ഫേഷ്യൽ റീജിയനിൽ വരുന്ന ഫിസിക്കൽ ട്രോമ അല്ലേ? ഫിസിക്കൽ ട്രോമ അല്ലേ? അപ്പൊ അത് വരുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്? അനൂറിസം വന്നൂടെ? അനൂറിസം അല്ലേ? ആർട്ടിയൽ അനൂറിസം ആൻസർ വരുന്നത് അല്ലേ? യെസ്, അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്, 23ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. The sweating is that's mediated by ആരാണ്? The sweating is mediated by ആരാണ്? That's cutaneous ആണോ, or it is the norepinephrine ആണോ, acetylcholine ആണോ, or the histamine ആണോ? Sweating ആരാ? അല്ല, പറ എല്ലാരും പറ. ആരായിരിക്കും? The sweat secretion stimulator ആരാ? ആരായിരിക്കും? അസറ്റൈൽകോളിൻ ആണോ കുഞ്ഞുങ്ങളെ? അസറ്റൈൽകോളിൻ ആണോ? അസറ്റൈൽകോളിൻ ആണ്. അത് ഏതൊരു നെർവ് സിസ്റ്റം? സിമ്പതറ്റിക് ആണോ പാരാസിമ്പതറ്റിക് ആണോ? ഇപ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ സ്വെറ്റിങ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സിമ്പതറ്റിക് ആണോ പാരാസിമ്പ? പഠിക്കും, ഇതൊക്കെ പിന്നെ പഠിക്കും. പറയാം, നിങ്ങളുടെ ഫേഷ്യൽ സ്വെറ്റിങ് ആരാ കൺട്രോൾ ചെയ്യുന്നത്? സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആണോ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം? മറക്കരുത്, നിങ്ങളുടെ ഫേഷ്യൽ സ്വെറ്റിങ്ങിന് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാ? സിമ്പതറ്റിക് നെർവ് സിസ്റ്റമാണ്. സിമ്പതറ്റിക് നെർവ് സിസ്റ്റമാണ് സ്വെറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അറിയാലോ. അവിടെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ഏതൊക്കെയാ? അവിടെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ഏതൊക്കെയാ? അവിടെ കാണുന്ന ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ഏതാ? അപ്പോക്രൈൻ ഗ്ലാൻസ് കാണുന്നു കുഞ്ഞുങ്ങളെ. ഉണ്ട്, അപ്പോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. അപ്പോക്രൈൻ ഗ്ലാൻസ് പറയാ അതെവിടെ കാണും? അപ്പോക്രൈൻ എവിടെ കാണും? അപ്പോക്രൈൻ കാണുന്ന എവിടെ? നമ്മുടെ ബോഡിയിൽ അപ്പോക്രൈൻ ഗ്ലാൻസ് കാണപ്പെടുന്നത് എവിടെയാ? എല്ലാവരും പറയണം. എവിടെ? ഇല്ല, ഞാൻ നിങ്ങൾ പറയട്ടെ നിർത്തോളൂ. സ്കിന്നിന് ഏത് ഭാഗത്ത്? അതേത് ഭാഗത്ത്? നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്ത്? ബോഡിയുടെ ഏത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന? എന്താ എല്ലാരും നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണും? എന്ത് ഗ്രോയിങ് ഏരിയയിലൊക്കെ ഉണ്ടോ? ഗ്രോയിങ് ഏരിയയിലുണ്ടോ? ഗ്രോയിങ് ഏരിയയിൽ നമ്മുടെ ആക്സിലറിയിലും ഉണ്ടോ? അപ്പോക്രൈൻ ഗ്ലാൻസ് ഇൻ ദ ഗ്രോയിങ്ങിലും ആൻഡ് ആക്സിലറി ഏരിയ നമ്മുടെ ആംസിൽ ഉണ്ടോ? അവിടെ മറക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത്, ഒരു ആൻസൈറ്റി വരുന്ന സമയത്ത് നല്ല സെറ്റ് ഉണ്ടാവാൻ കാരണക്കാരനെ ഗ്ലാൻഡ് ചെയ്തപ്പോ നല്ലൊരു എമോഷണൽ സ്ട്രെസ്സും ആൻസൈറ്റിയും വരുന്ന സമയത്ത് അപ്പോക്രൈൻ ഗ്ലാൻസിലെ സ്വെറ്റ് ഉണ്ടാക്കുന്നത്. സത്യമല്ലേ അത്? മറക്കരുത്. ആ കാര്യം മാത്രം ആലോചിച്ചാൽ നല്ലൊരു എമോഷൻ വരുന്ന സമയത്തും സ്ട്രെസ് വരുന്ന സമയത്തും അപ്പോക്രൈൻ ഗ്ലാൻസ് ആണ് സ്വെറ്റ് ഉണ്ടാക്കുന്നത്.
അപ്പൊ ഇവിടുത്തെ ആൻസർ അസറ്റൈൽ കോളിൻ ആണ്. ഇറ്റ് ഇസ് ദ മീഡിയേറ്റഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ. ദ സ്വെറ്റിങ്ങിനെ ഇറ്റ്സ് മീഡിയേറ്റ് ചെയ്യുന്ന പോര അസറ്റൈൽ കോളിൻ ആണ്. അസറ്റൈൽ കോളിൻ ആണ് സ്വെറ്റിങ്ങിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. ഇസ് എ ക്ലിയർ? ഇതൊരു ക്ലിയർ ആയ? യെസ് യെസ്, ഇതൊരു എല്ലാവർക്കും ഇത് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആയ? പറയണം, ഇപ്പൊ പറയണം, തീർന്നിട്ടില്ല, ചെറ പറയണം. ഇത് വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ഇപ്പൊ ഓർമ്മ നിൽക്കോ? അത് കുറെ കഴിയും മറന്നു കളയോ? ഇപ്പൊ ഓർമ്മ നിൽക്കുമല്ലോ, കുറെ കഴിയും മറക്കരുത്, മറക്കരുത്. എത്ര ടൈപ്സ് ഓഫ് ദ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്? ദർ ആർ 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എർസീൻ സ്വെറ്റ് ഗ്ലാൻഡ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അപ്പോക്രൈൻ ഉണ്ടല്ലോ. അത് 2 എണ്ണം ഉണ്ടല്ലേ? 2. യെസ്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇത് പാംസും ആൻഡ് സോൾസിൽ കാണുന്ന ഏതാ? ഞാൻ ഈ പറഞ്ഞ 2 ടൈപ്സിൽ ഇൻ ദ പാംസിലും ആൻഡ് ദ സോൾസിലും കാണപ്പെടുന്ന ഏതാ? ഇറ്റ്സ് എർസീൻ ഗ്ലാൻഡ്സ് അല്ലേ? അല്ലേ അല്ലേ അല്ലേ? നിങ്ങളുടെ പാംസ് ആൻഡ് ദ സോളിൽ ആൻഡ് ദ ഫോർഹെഡിലെ കാണുന്ന ആരാ? ആ സ്വെറ്റ് വരുന്ന എവിടുന്നാ? ആ സ്വെറ്റ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡ് ഏതാ? പറ. ഇത് പാംസിൽ ഉണ്ടാക്കാറുണ്ട്, ആൻഡ് ദ സോൾസിൽ ഉണ്ടാക്കാറുണ്ട്, ആൻഡ് ദ ഫോർഹെഡിലും സ്വെറ്റ് വന്നിട്ടുണ്ട്. ഇറങ്ങിയെങ്കിലും നിങ്ങളുടെ ഫോർഹെഡിൽ സ്വെറ്റ് വരാറില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങളുടെ ഫോർഹെഡിൽ സ്വെറ്റ് വരാറില്ലേ? ഈ എക്സാം എഴുതുമ്പോൾ വരാറുണ്ട്, എക്സാം എഴുതാൻ പോയിരിക്കും വരാറുണ്ട്. പാംസിലും വരും, സോൾസിലും വരും. അത് വരാതിരിക്കാൻ പഠിച്ചോ, അത് ഉണ്ടാക്കുന്ന ആരാ? അത് വരാതിരിക്കാൻ പഠിച്ചോ, ഉണ്ടാക്കുന്ന ആരാ? It is പറ എർസീൻ ഗ്ലാൻഡ്സ്, എർസീൻ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ. A couple has 2-year-old child with the cystic fibrosis. When planning their next pregnancy, the couple should undergo എന്ത് നോക്കാൻ പോകും? ഇത് ജനറ്റിക് കൗൺസിലിംഗ് ആണോ, ഓർ ദ സൈക്കോളജി കൗൺസിലിംഗ് ആണോ, ഓർ ദ കൗൺസിലിംഗ് റിഗാർഡിംഗ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണോ, ഓർ ദ ടോർച്ച് ടെസ്റ്റ് ആണോ? എന്തിലോട്ട് പോകും ആദ്യം? ഫസ്റ്റ് കൊച്ചിന് ദ സിസ്റ്റിക് ഫൈബ്രോസ് ഉണ്ടെങ്കിൽ എന്തിലോട്ട് പോകും? ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ഒരു റിസ്ക് ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തിലോട്ട് പോകും? ഒരസുഖം വരും മുമ്പായിട്ട് അതിന്റെ ട്രാൻസ്മിഷനും അതിന് ഡെവലപ്പിംഗ് ഓഫ് ദ റിസ്ക് വരും മുമ്പേ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകും? ഇറ്റ് ഇസ് ദ ജനറ്റിക് കൗൺസിലിംഗ് ആണോ അവിടെ പോകുന്നത്? ആണോ? അല്ലേ? ദ ജനറ്റിക് കൗൺസിലിംഗ് അല്ലേ? അല്ലേ? അതേ ജനറ്റിക് കൗൺസിലിംഗ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇറ്റ്സ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് കൂടെ വിളിക്കാറുണ്ട്. പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ്. ദ ജനറ്റിക് കൗൺസിലിംഗ് ആണ് പോകുന്നത്. മറ്റൊരു പേര് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് കൂടെ പറയാറുണ്ട്. അല്ലാതെ സൈക്കോളജിക്ക് പോകട്ടെ, സൈക്കോളജിക്കൽ പോകത്തില്ല. സൈക്കോളജി എന്തിനാ പോകുന്നത്? ഇറ്റ്സ് ദ മെന്റൽ ഹെൽത്തിന് ഒരു ചേഞ്ച് വന്നാലേ സൈക്കോളജി പോകുന്നത്. അല്ലേ? ഇറ്റ്സ് ദ മെന്റൽ ഹെൽത്തിന് ഒരു വ്യത്യാസം വന്നാലേ സൈക്കോളജിയിലോട്ട് പോകുള്ളൂ. ആൻഡ് ദ ടോർച്ചിലോട്ടും പോകില്ല. കാരണം എന്താ? ദ ടോർച്ച് ടെസ്റ്റ് എന്താ? ദ ടോർച്ച് എന്താ? ദ ഫുൾ ഫോം ഓഫ് ടോർച്ച്. ഫുൾ ഫോം ഓഫ് ടോർച്ച് ദ ടോക്സോപ്ലാസ്മോസിസ് റുബല്ല സൈറ്റോമെഗാലോ വൈറസ് ആൻഡ് ദ ഹെർപ്പസ് സിംപ്ലക്സ് ആൻഡ് ദ HIV. അത് നോക്കാൻ വേണ്ടി സിസ്റ്റിക് ഫൈബ്രോസ് വന്നാൽ അത് നോക്കാൻ വേണ്ട ആവശ്യമില്ല. റൈറ്റ് അല്ലേ? സിസ്റ്റിക് ഫൈബ്രോസ് വരികയാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദ സെക്ഷൽ നോക്കേണ്ട ആവശ്യമില്ല. സൈക്കോളജി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് നോക്കും? ജനറ്റിക് കൗൺസിലിംഗ് പോയി നോക്കിയാ പോരെ?
അല്ലെ? അങ്ങനെ ആലോചിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കുക. യെസ്, ക്ലിയർ? ഈസ് ക്ലിയർ? യെസ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയ എല്ലാവർക്കും? ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ഇന്ന് പഠിപ്പിച്ച 24 ക്വസ്റ്റ്യനും ക്ലിയർ ആയോ? സോ ഈ പറഞ്ഞ DME ക്ലാസ്സുകൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. DME ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം തിയറിയും അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആയിരിക്കും. ഓക്കെ, ഒരു ക്ലാസ് തിയറി വരുമ്പോൾ അടുത്ത ക്ലാസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. അത് മതിയല്ലോ. ആദ്യത്തെ ഫസ്റ്റ് 2-3 മാസം അങ്ങനെ ആയിരിക്കും. തിയറി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, തിയറി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ടുമോറോ നാളെ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.